ഇപ്പോൾ എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായ രഞ്ജി പണിക്കർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. രഞ്ജി പണിക്കർ, MTയെ മലയാളി എങ്ങനെ ഓർക്കും? MT മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വാധീനിച്ചതുപോലെ അധികം എഴുത്തുകാർ മലയാളിയുടെ മനസ്സിനെ, വായനാശീലത്തെ, ആസ്വാദനശീലത്തെ, ഭാവുകത്വത്തെയൊക്കെ മറ്റൊരാൾക്കും സ്വാധീനിക്കാൻ കഴിയാത്ത തരത്തിൽ നിരന്തരമായി പുതുക്കി പണിതുകൊണ്ടിരുന്ന വ്യക്തിത്വമാണ്, സാംസ്കാരിക വ്യക്തിത്വമാണ്, സാഹിത്യ വ്യക്തിത്വമാണ് MT. അദ്ദേഹം സിനിമയെ മാറ്റിമറിച്ചു. സിനിമയെ ഒരുപക്ഷെ സിനിമ സ്റ്റുഡിയോ വിട്ട് ആ അന്തരീക്ഷത്തിൽ നിന്ന് സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന പ്രതലത്തിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയ ആ കാലത്ത് ഏറ്റവും മികച്ച തിരക്കഥകൾ എഴുതിക്കൊണ്ട് അദ്ദേഹം ആ ഒരു മാറ്റത്തിനെ ഏറ്റവും അധികം സ്വാധീനിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്ത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെയും സ്നേഹിക്കുന്ന, മറ്റേത് സാഹിത്യകാരനെയും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ MTയെ മലയാളികൾ ഹൃദയത്തിൽ പ്രദർശിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് സമകാലീനരായ മറ്റെഴുത്തുകാരെ ഒക്കെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഹൃദയത്തിന്റെ ഭാഷ എഴുതുന്ന എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ വാചകങ്ങളിൽ വലിയ ജീവിത സത്യങ്ങൾ, എപ്പോഴും അത്തരം വലിയ ജീവിത സത്യങ്ങൾ കൊണ്ട് നിർഭരമായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്ത്. അദ്ദേഹം ലോക സാഹിത്യത്തെ മലയാളിയുടെ ആസ്വാദനശീലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ, പ്രത്യേകിച്ച് നോവൽ സാഹിത്യത്തെയും ചെറുകഥാ സാഹിത്യത്തെയും മലയാളിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിശ്വസാഹിത്യത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പുതിയ ചലനങ്ങളെ കുറിച്ച് പോലും അദ്ദേഹം ജാഗ്രതയോടെ പിന്തുടർന്നിരുന്നു. താൻ വായിക്കുന്നതും താൻ അനുഭവിക്കുന്നതുമായ പുതിയ സാഹിത്യം അദ്ദേഹം മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ വലിയ ഉത്സാഹം കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളിയുടെ ആസ്വാദനശീലത്തെയും സാംസ്കാരിക ശീലങ്ങളെയും പുതുക്കി പണിയുന്നതിലും, എപ്പോഴും പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിലും അദ്ദേഹം ജാഗ്രത പുലർത്തിയിരുന്നു. MT സമ്പൂർണമായ ഒരു ജീവിതമാണ് സത്യത്തിൽ പൂർത്തിയാവുന്നത്. രഞ്ജി പണിക്കർ, നോക്കൂ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ എത്രയോ കാലം മലയാളിക്കൊപ്പം സഞ്ചരിച്ച ഒരാൾ. 1950-കളിൽ അദ്ദേഹം എഴുതി തുടങ്ങുന്നു. ഏറ്റവും അവസാനം വരെ എത്രയോ തലമുറകൾക്കൊപ്പം സഞ്ചരിച്ചു എഴുതി. അദ്ദേഹം എല്ലാ തലമുറകൾക്കും ഒപ്പം സഞ്ചരിക്കുക, എല്ലാ തലമുറകളെയും മനസ്സിലാക്കുക, എല്ലാ തലമുറകളുടെയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അസ്തിത്വ ദുഃഖം എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി തൻ്റെ ഭാവനയെ ചലിപ്പിക്കുക. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വൈവിധ്യം, അല്ലെങ്കിൽ തലമുറകൾക്കൊപ്പം സഞ്ചരിക്കാൻ കാണിച്ച മികവ്, എവിടെയും കുടുങ്ങിക്കിടക്കാതെ മുന്നോട്ടുള്ള പോക്ക്, അത് MTയുടെ കാര്യത്തിൽ സവിശേഷമാണോ? തീർച്ചയായിട്ടും. അദ്ദേഹം എഴുതി തുടങ്ങിയ കാലത്ത് മലയാളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള എഴുത്തുകാർ, കവിതയിലും സാഹിത്യത്തിലും നിരൂപണത്തിലും നോവൽ സാഹിത്യത്തിലും ചെറുകഥാ സാഹിത്യത്തിലുമൊക്കെ മലയാളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള എഴുത്തുകാർ നിറഞ്ഞു നിന്നിരുന്ന കാലത്താണ്. ഇപ്പോൾ ബഷീറിനെ പോലെ, തകഴിയെ പോലെ, കേശവദേവിനെ പോലെ, ഉറൂബിനെ പോലെ, പൊൻകുന്നം വർഗിയെ പോലെയൊക്കെയുള്ള ആളുകൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ ഇടശ്ശേരിയെ പോലെയൊക്കെയുള്ള കവികൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ ഇടശ്ശേരിയുടെ മണ്ണിൽ നിന്ന് തന്നെയാണ് MTയും ഉണ്ടായി വന്നത്. അപ്പോ ആ കാലത്ത് തന്നെ ഏറെക്കുറെ അവർക്ക് സമശീർഷനായ ഒരു എഴുത്തുകാരനായി MTക്ക് വളരെ ചെറിയ പ്രായത്തിൽ മാറാൻ കഴിഞ്ഞു എന്നത് അത്ഭുതകരമാണ്. കാരണം വലിയ ആളുകൾ നിരന്നു നിൽക്കുന്ന സദസ്സുകളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആസ്വാദകർ കാതോർത്തിരുന്നു. കാരണം അത് അദ്ദേഹം ഹൃദയത്തിന്റെ ഭാഷ മാത്രം സംസാരിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ കാലത്താണ് അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന സാഹിത്യത്തിന്റെ സഞ്ചാരങ്ങളെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുകയും തന്റേതായ വഴിയിലൂടെ അതിനെ ദശാബ്ദങ്ങളോളം കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹം ഏറ്റവും സക്രിയമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ പോലും അദ്ദേഹം സ്വയം അപ്ഡേറ്റ് ചെയ്യുകയും നിരന്തരമായി വായിക്കുകയും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വായനാ ജീവിതം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാ കാലവും മലയാളികളുടെ ഒരു മാർഗദർശിത്വം, എഴുത്തിലും സാംസ്കാരിക ജീവിതത്തിലും അദ്ദേഹത്തിന് ഒരു മാർഗദർശിത്വം ദീർഘകാലം വഹിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം സിനിമയെ, സാഹിത്യത്തെ, അല്ലാതെയുള്ള എഴുത്തുകളെയൊക്കെ പലതരത്തിൽ തന്റെ സാന്നിധ്യം കൊണ്ട് സ്വാധീനിച്ചുകൊണ്ടേയിരുന്നു. അത് അദ്ദേഹം ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്നത്, അങ്ങനെ ഒരാൾ ലോക സാഹിത്യത്തിനെ അടക്കം
നമുക്ക് നിരന്തരം പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരാൾ ഇല്ലാതാവുന്നു എന്ന് പറയുന്നതാണ് എം.ടിയുടെ ജീവിതം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ശൂന്യത. നിശ്ചയമായും മലയാളി അത് അനുഭവിക്കുന്നുണ്ട്. പകരം വെക്കാനില്ലാത്ത വിധം പ്രതിഭയായി വളർന്ന് പന്തലിച്ച ഒരാൾ, ബഹുശാഖിയായി മലയാളിയുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരാൾ, എഡിറ്ററായി, എഴുത്തുകാരനായി, ചലച്ചിത്ര പ്രവർത്തകനായി, ഏതെല്ലാം മേഖലകളിൽ മലയാളിയെ അദ്ദേഹം തൊട്ടറിഞ്ഞു, മലയാളി അദ്ദേഹത്തെയും. മലയാള സാംസ്കാരിക ലോകത്തിൻ്റെ, എഴുത്തു ലോകത്തിൻ്റെ നായക പദവിയിൽ എത്രയോ കാലം അവരോധിതനായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും എം.ടിയെക്കുറിച്ച് അധികമാവില്ല. എത്രയോ തലമുറകളുടെ മനസ്സ് വായിച്ച ഒരു മനുഷ്യൻ, എത്രയോ തലമുറകൾക്ക് വേണ്ടി ചിന്തിച്ച ഒരാൾ, എത്രയോ തലമുറകളുടെ മനസ്സിനൊപ്പം പുതിയ ഭാവനകളെ വിടർത്തിയ ഒരാൾ, എത്രയോ തലമുറകളെ എഴുത്തിൻ്റെ, ആസ്വാദനത്തിൻ്റെ വലിയ വസന്തകാലം അനുഭവിച്ച ഒരാൾ. അങ്ങനെ ഒരാൾ മലയാളിയുടെ ഓർമ്മയിൽ സമീപത്തുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഒരുപക്ഷെ മലയാളിക്ക് ലോകത്തിന് മുൻപിലേക്ക് എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു വിശ്വസാഹിത്യകാരൻ എം.ടി ആയിരിക്കും. ലോകത്ത് പല കാലത്തായി പല പ്രതിഭകൾ വന്നു മറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും മലയാളിക്ക് ചരിത്രത്തിലും വർത്തമാനത്തിലും ഭാവിയിലും മലയാളിക്ക് എടുത്തുയർത്തി വെക്കാൻ കഴിയുന്ന, അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹാഗുരു വിടവാങ്ങി എന്ന് പറഞ്ഞാലും അതിൽ തെറ്റുണ്ടാവില്ല. അത്രമേൽ മലയാളത്തെ പലതരത്തിൽ പല പ്രതലങ്ങളിൽ സ്പർശിച്ചു പോയ ഒരാൾ, മലയാള സിനിമയിൽ താൻ കൈവച്ചപ്പോൾ അതിന് വലിയ ഭാവുകത്വമാറ്റം കൊണ്ടുവന്ന ഒരാൾ, അതിൻ്റെ നിർമ്മാണ മേഖലയിൽ പ്രതലമാറ്റം കൊണ്ടുവന്ന ഒരാൾ, എഴുത്തിൻ്റെ വഴികളിൽ പുതിയ ഭാവുകത്വങ്ങൾ കൊണ്ടുവന്ന, മലയാളിയിലെ ഓരോ കാലഘട്ടവും മനുഷ്യരനുഭവിച്ച അസ്തിത്വ ദുഃഖത്തെ ഇത്രമേൽ ആഴത്തോടെ സ്പർശിച്ചറിഞ്ഞ ഒരാൾ. അങ്ങനെ ഒരാൾ ഒരുപക്ഷെ അപൂർവമായിരിക്കും നമുക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു എം.ടി വിടവാങ്ങുമ്പോൾ ഇനി ആ വിടവ്, ഭംഗിവാക്കുകൾ എപ്പോഴും ഉണ്ടാകുമല്ലോ, ആ നികത്താനാവാത്ത വിടവ്, ഇനി ഒരിക്കലും അടച്ചു വെക്കാൻ കഴിയാത്ത വിധം വലിയ വിടവ് രൂപപ്പെട്ടു എന്ന് പറയുന്നത് എം.ടിയുടെ കാര്യത്തിൽ ഒരിക്കലും ഒരു ഭംഗി വാക്കല്ല, അത് നേരാണ്. എം.ടി വാസുദേവൻ നായർക്ക് പകരമായി ഒന്നിനെ കണ്ടെത്തുക നമുക്കിനി സാധ്യമാണോ? ഇതുവരെ നമുക്കതിന് കഴിഞ്ഞിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ഏതെല്ലാം തലമുറകളെ ഏതെല്ലാം തരത്തിൽ സ്വാധീനിച്ച ഒരാൾ, കേവലമായ സ്വാധീനമല്ല, അതിനപ്പുറത്തേക്ക് മനുഷ്യരുടെ വേദനകളെ തൊട്ടറിഞ്ഞ ഒരാൾ, സ്വപ്നങ്ങളെ കണ്ടറിഞ്ഞ ഒരാൾ, ജീവിതം ഒരു മഹാനുണയാണെന്നും മരണമൊരു വലിയ സത്യമാണെന്നും എഴുതി വച്ച് ഒടുവിൽ മറഞ്ഞു പോവുകയാണ്. മലയാളിയെ സംബന്ധിച്ച് ഇത് നിശ്ചയമായും വലിയ നഷ്ടമാണ്, വലിയ ശൂന്യതയാണ് എന്നതിൽ തർക്കമില്ല.